ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, കർത്തൃദാസന്മാരെ, ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. മഹാദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലിരുന്ന് സ്വർഗം എന്നോട്, എൻ്റെ ഹൃദയത്തോട് പറയുന്ന ദൈവത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്കുള്ളതാണെന്നുള്ള ബോധ്യത്തോടെ, നിങ്ങൾക്കൊന്നും കുറഞ്ഞു പോകരുത് എന്ന വിചാരത്തോടെ ദൈവത്തിൻ്റെ പാതാരബന്ധത്തിലിരുന്ന് പ്രാപിച്ച് പങ്കുവയ്ക്കാൻ കഴിഞ്ഞ ദീർഘനാളുകളായി ദൈവം ഒരു ദിവസം പോലും ഇടതടവില്ലാതെ തന്നുകൊണ്ടിരുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇന്നലെ എനിക്ക് മെസ്സേജ് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അയക്കാൻ പറ്റിയില്ല. എൻ്റെ ഫോൺ ഇന്നലെ മൊത്തത്തിൽ ജാമായിപ്പോയി, ഓപ്പൺ ആകാതെ വന്നു. അങ്ങനെ ഇത്രയും കാലഘട്ടത്തിനിടയിൽ ആദ്യമായിട്ട് എത്ര തിരക്കുണ്ടെങ്കിലും എത്ര യാത്രയിലാണെങ്കിലും ഞാൻ ഈ കാര്യത്തിൽ വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ ഓരോ ദിവസവും ദൈവമക്കൾക്കുള്ള സന്ദേശം തരാറുണ്ട്. ഇന്നലെ കഴിഞ്ഞില്ല. അപ്രതീക്ഷിതമായി ഫോൺ ചതിച്ചു. അതിൻ്റെ പ്രയാസമുണ്ട്. ഒത്തിരി പേര് മെസ്സേജ് കിട്ടിയില്ല എന്നും പറഞ്ഞ് മെസ്സേജ് ഇട്ടു. ഞാൻ രാത്രിയാണ് എൻ്റെ ഫോണൊന്ന് ശരിയായി കിട്ടിയത്. അതുകൊണ്ട് ഈ കാര്യത്തിന് ബുദ്ധിമുട്ട് വന്നു, ഖേദിക്കുന്നു. ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കുക. ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും ഈ സന്ദേശം നിങ്ങളുടെ കൈവശമെത്താൻ വേണ്ടി. ഒപ്പം കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ തൃപ്തി വരുത്തുന്ന അപ്പം എന്ന പേരിൽ 365 ദിവസവും 2024 ഓരോ ദിവസവും ഓരോ ദിവസങ്ങളുടെ പ്രത്യേകതയ്ക്ക് തക്കവണ്ണം ധ്യാനിക്കാൻ ഞങ്ങൾ രാവും പകലും ഇരുന്ന് വളരെ പരിശ്രമിച്ച് എഴുതി പ്രിൻ്റ് ചെയ്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ വചനത്തോടടുക്കണം, വചനത്തിൽ ജീവിക്കണം, വചനം കൊണ്ട് ജീവിക്കണം എന്നാഗ്രഹിച്ച് കഴിവിൻ്റെ പരമാവധി തിരക്കാകുന്നതിനിടയിലും രാത്രിയാമങ്ങളെ ഉറക്കമടച്ച് എഴുതി സെറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ വചനത്തിൽ നിന്ന് അകലരുത്. ഒരു പുസ്തകം നിങ്ങൾ വാങ്ങിച്ച് കൈവശം വെച്ച് ഓരോ ദിവസവും തിരക്കിനിടയിൽ രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ എപ്പോഴെങ്കിലും വായിച്ച് ധ്യാനിച്ച് അതിനകത്തുനിന്നുള്ള ദൂതുകൂടെ നിങ്ങൾ സ്വന്തമാക്കണമെന്ന് ഓർപ്പിക്കുന്നു. സുവിശേഷ വേലയുടെ ഭാഗമായി ഈ പുതുസംവത്സരത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ദൈവത്തിൻ്റെ വചനമടങ്ങിയ ഈ ഗ്രന്ഥം വായിച്ച് സമ്മാനമായി കൊടുക്കുന്നത് ദൈവത്തിന് പ്രസാദമായിരിക്കുമെന്ന് ഓർപ്പിക്കുന്നു. ഇത് ഒരു കോൺട്രിബ്യൂഷൻ, ഒരു ദൈവസന്നിധിയിൽ കഴിഞ്ഞൊരു വർഷക്കാലം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം തന്ന കർത്തൃദാസന്മാരെന്ന നിലയ്ക്ക് കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ നിങ്ങൾ സുവിശേഷ വേലയെ സഹായിച്ചുകൊണ്ട് കൈത്താങ്ങൽ തരുന്ന ഒരു അനുഗ്രഹീതമായിരിക്കുന്ന കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കത് അയച്ചു തരുന്നതാണ്. പ്രത്യേകിച്ചൊരു വില എത്രയാ എന്നൊന്നും ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇതൊരു ബിസിനസ്സല്ല. പക്ഷേ പ്രിൻറ്റിംഗ് കോസ്റ്റ്, പോസ്റ്റേജ് ഇതെല്ലാം കൂടി അടങ്ങി നിങ്ങൾ കർത്തൃദാസന്മാരെയും വചനത്തെയും ശുശ്രൂഷയും സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വചനങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലം ഉപകരിക്കപ്പെട്ടെങ്കിൽ അതിനോടൊരു സഹകരണം, ഈ പുസ്തകം വാങ്ങിക്കണം, വാങ്ങിച്ചാർക്കെങ്കിലും സമ്മാനമായി കൊടുക്കണമെന്ന് എല്ലാവരെയും ഓർപ്പിക്കുന്നു. എല്ലാ രാജ്യത്തേക്കും ഞങ്ങൾ പുസ്തകം അയച്ചു തരുന്നുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അയക്കുന്നുണ്ട്. നിങ്ങളെവിടെ ആയിരുന്നാലും നിങ്ങളെ തേടി പുസ്തകം എത്തും. അതുകൊണ്ട് അതിൽ സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഇതൊരു വർഷാവസാന ദിവസത്തേക്ക് എത്തിയല്ലോ. നാളെയാണ് ഡിസംബർ 31 അറിയാം. എങ്കിലും ഇന്ന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ വർഷാവസാന ദിവസങ്ങൾക്കുള്ള ഒരാത്മീക സന്ദേശം തന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ആത്മീക ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. സഭാപ്രസംഗി 7-ാം അധ്യായം 8-ാം വാക്യം. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. ശലോമോനാണ് സഭാപ്രസംഗി എന്ന ഈ പ്രൗഢമായിരിക്കുന്ന പുസ്തകം എഴുതിയത്. വിശുദ്ധ ബൈബിളിൽ വേറിട്ട് നിൽക്കുന്നൊരു ഗ്രന്ഥമാണ് ജ്ഞാനിയുടെ സഭാപ്രസംഗി എന്ന ഈ ഗ്രന്ഥം. ഇതിനകത്ത് ടിപ്പിക്കലായിട്ട് ഓരോ സിസ്റ്റമാണ് എഴുതിയിരിക്കുന്നത്. ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഓരോരോ വാചകത്തിനകത്ത് ഈ ജ്ഞാനി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിലൊരു കാര്യമാണ്, ഒരു സിസ്റ്റമാണ്, ഒരു പാറ്റേണാണ്, ഒരു രീതിയാണ്, ദൈവത്തിൻ്റെ ഒരു ശൈലിയാണ് ഈ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്താണ്? ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. ജീവിതത്തിൽ ഏതൊരു വസ്തുതയ്ക്കും തുടക്കമുണ്ട്, ആരംഭമുണ്ട്. കുടുംബജീവിതത്തിനൊരു ആരംഭം ഉണ്ടായിരുന്നില്ലേ? ജനിച്ചപ്പോഴേ കുടുംബമായിട്ടങ്ങ് വരുമായിരുന്നു. ജീവിതത്തിനൊരാരംഭമില്ലേ? വിദ്യാഭ്യാസത്തിനൊരാരംഭമില്ലേ? നിങ്ങൾ ഇന്ന്
വലിയ ടേൺ ഓവറുള്ള ഒരു കമ്പനി മുതലാളിയായിട്ട് ഇരിക്കുകയായിരിക്കും. നിങ്ങളുടെ കൈക്കീഴെ 100, 200, 1000, 2000 ജോലിക്കാർ കാണും. നിങ്ങൾ ഒരു വാഹനം ഓടിച്ച് ജീവിതം തുടങ്ങിയ ആളായിരിക്കാം. ഇത് 4, 5 വാഹനങ്ങളുടെ ഉടമയായിരിക്കാം. എല്ലാറ്റിനും ഒരു ആരംഭമില്ലേ? ദൈവീകതയുടെ പ്രത്യേകത ഇവിടെ സാത്താൻ്റെ സിസ്റ്റമുണ്ട്, മനുഷ്യൻ്റെ സിസ്റ്റമുണ്ട്, ദൈവത്തിൻ്റെ സിസ്റ്റമുണ്ട്. പൈശാചികമായിരിക്കുന്ന പല കാര്യത്തിൻ്റെയും തുടക്കം ഒരുപക്ഷെ വലിയ സംഭവമായിട്ട് തുടങ്ങും, അവസാനം കരച്ചിലിലും കണ്ണീരിലും തീരും. അങ്ങനെ സംഭവിക്കാറുള്ളത്. കൊട്ടും കുരവയും ആഘോഷവും ആഡംബരവുമായിട്ട് തുടങ്ങും. പക്ഷെ അവസാനം ഇത് ശൂന്യതയിൽ ശോഷിച്ച് തീരും. മനുഷ്യൻ ബുദ്ധിമാനാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ പരമ ശ്രേഷ്ഠതയാണല്ലോ മനുഷ്യനിൽ ദൈവം പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധിമാനാണ്. അതിന് 50-50 മാനുഷികമായി പലതും നന്നായി തുടങ്ങും, ചിലതൊക്കെ ശരിയാവും, ചിലതൊക്കെ പോകും. എന്നാൽ ദൈവീകതയുടെ പ്രത്യേകത എന്ത് കാര്യമായിക്കോട്ടെ അത് തുടങ്ങുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒടുങ്ങുന്നത് അല്ലെങ്കിൽ അവസാനിക്കുന്നത്. എത്രയോ തെളിവുകൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവ് വീഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്. ആ നാട്ടുകാർ പറയുന്നു, സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ വീര്യമുള്ളത് ആദ്യം കൊടുത്തിട്ട് എളുപ്പമുള്ളത് അവസാനം കൊടുക്കുന്നു. ഇവിടെ അങ്ങനെ അല്ലല്ലോ. ആദ്യം നീ എളുപ്പമുള്ളത് തന്നു, അവസാനം ഈ വീര്യമുള്ളത് എവിടെ ഇരുന്നു എന്നല്ലേ ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ പരിപാടി മുന്നോട്ട് പോകുന്തോറും നന്നായി കാര്യങ്ങൾ വരും. 2023 തീരുകയാണ്. ഞാൻ 2 വ്യൂവിൽ 2 ലക്ഷ്യത്തിൽ ഈ കാര്യം പറയാം. ഈ വർഷത്തിൻ്റെ തുടക്കത്തേക്കാൾ നമ്മളിൽ പലർക്കും ഇതിൻ്റെ അവസാനത്തിലേക്ക് വന്നപ്പോൾ നല്ലതായി. ആരംഭം മോശമായിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടില്ല. ഏതൊരു കാര്യത്തിൻ്റെയും ആരംഭം ചീത്തയായിരിക്കും, അവസാനം നല്ലതായിരിക്കും എന്നല്ല വാക്യം. ആരംഭത്തേക്കാൾ അവസാനം നല്ലതാണ്. 2023 കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും നല്ലതായി. എല്ലാ കാര്യവും അങ്ങനെയാണ്. ആത്മീക ജീവിതം അങ്ങനെയാട്ടോ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിനകത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്: നിങ്ങളെ നടത്തിയവരെ ഓർത്ത്, അവരുടെ ജീവാവസാനം ഓർത്ത് അവരെ അനുഗമിക്കുക. അതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. കാരണം എന്താ? ഏതൊരു ദൈവദാസന്, അവരാണല്ലോ ഈ നടത്തിപ്പുകാർ. നിങ്ങളെ നടത്തിയവർ എന്ന് പറഞ്ഞത് കർത്തൃദാസന്മാരെ ഉദ്ദേശിച്ചാണല്ലോ. ഏതൊരു ദൈവദാസൻ്റെയും തുടക്കം കഷ്ടതയിലും പ്രയാസത്തിലും ഞെരുക്കത്തിലൊക്കെ ആയിരിക്കാം. പക്ഷെ അവരുടെ അവസാനം 30 കൊല്ലം 40 കൊല്ലം ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പറ്റിയാൽ അതിൻ്റെ അവസാനം ഏറ്റവും കൃപയിൽ നിന്നവരുടെ അവസാനം കേട്ടോ. ഈ മാർഗത്തിൽ വന്നിട്ട് തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് നടന്നവരുടെ അവസാനം നിങ്ങൾ ശ്രദ്ധിക്കുകയേ ചെയ്യരുത്. പക്ഷെ ദൈവത്തിന് വേണ്ടി ജീവിച്ചവരുടെ അവസാനം ഏറ്റവും മാന്യമായിരിക്കും, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ഏതൊരു വിഷയമായിക്കോട്ടെ, ആത്മീക ജീവിതത്തിൻ്റെ തുടക്കം ഒറ്റപ്പെടലും കണ്ണീരും വേദനയും നിന്നയൊക്കെ ആയിരിക്കും. എല്ലാവരും അത് അഭിമുഖീകരിച്ചിട്ടുണ്ട്. വീട്ടുകാർ തള്ളി, സ്വന്തക്കാർ വെറുത്തു, മറ്റു പലരും തള്ളിക്കളഞ്ഞു, കൂട്ടുകാർ കൂട്ടുവെട്ടി. ഇങ്ങനെയായിരിക്കും തുടക്കം. പക്ഷേ ഇളകാതെ കൃപയിൽ ഉറച്ചു നിന്നാൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിനൊരു അവസാനത്തിലേക്ക് വരും. അന്ന് നിങ്ങളെടുത്ത തീരുമാനമാണ് നല്ലതെന്ന് ദൈവം പറയിപ്പിക്കും. ദൈവമക്കളെ, ഈ ആണ്ടിൻ്റെ ആരംഭത്തേക്കാൾ ഈ ആണ്ടിൻ്റെ അവസാനം നല്ലതാ. ഒരുപക്ഷെ നമ്മുടെ കയ്യിലേക്ക് എല്ലാം കൂടി ദൈവം തന്നു കാണില്ല. പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നല്ലത്, ഈ അവസാന സമയത്ത് നല്ലത് ചിലത് മറച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, 2023 അവസാനം നല്ലതാണ് കേട്ടോ. ആ നല്ലത് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ പറയാൻ പറ്റും. നന്നായിപ്പോയി അത്, ആ തീരുമാനം. ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചത്, ചില കാര്യങ്ങൾ എതിർപ്പുണ്ടായിട്ടും നിങ്ങൾ തീരുമാനിച്ചത് നന്നായിപ്പോയി. ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുക കേട്ടോ, ഈ വാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട്. സ്നേഹിതരെ, സഹോദരങ്ങളെ, നാളെയും കൂടി കഴിയുമ്പോൾ ഈ ആണ്ട് കഴിയും. അടുത്ത വർഷം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലാവും, അന്ന് അത് പറഞ്ഞത് നന്നായി എന്ന്.
നല്ലതായിരുന്നു. മണ്ടത്തരമായിപ്പോയി, അബദ്ധമായിപ്പോയി, അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് നമ്മൾ എത്രയോ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ആത്മാർത്ഥമായി പറയുന്നു, അടുത്ത ആണ്ടിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്കിങ്ങനെ പറയാനൊരവസരം തരും. എങ്ങനെ പറയാൻ? അയ്യോ, അത് നന്നായിപ്പോയി, അത് നല്ലതായിപ്പോയി, ആ തീരുമാനം എടുത്തത്, ആ വാക്ക് കൊടുത്തത്, അത് വേണ്ടെന്ന് വെച്ചത്, ആ വഴിക്ക് പോകാതിരുന്നത്, ആ ഫോൺ എടുക്കാതിരുന്നത്, ചിലപ്പോൾ ആ പറഞ്ഞത് അനുസരിച്ചത്, ആ പ്രാർത്ഥനയ്ക്ക് പോയത് നന്നായിപ്പോയി എന്ന് പറയാൻ ഒരു റിസൾട്ട് വരുന്നുണ്ട്. ആരംഭത്തേക്കാൾ നല്ല അവസാനം തരുന്ന ദൈവം. മുമ്പോട്ട് പോയിക്കൊള്ളുക, മുമ്പോട്ട് തന്നെ പോയിക്കൊള്ളുക. ചെങ്കടലിൻ്റെ ഇക്കരെ ആരംഭമായിരുന്നു, അത് വേദന നിലവിളിയായിരുന്നു. കടൽ കയറി എന്ന് പറയുന്നത്, അക്കരെ കയറി എന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റിൻ്റെ അവസാനമാണ്. അത് ആർപ്പ് വിളിയും സന്തോഷമായിരുന്നു. ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് നിങ്ങൾ ഇക്കരെ നിൽക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം നിങ്ങളെ അക്കരെ കയറ്റും ദൈവം. ദൈവം അത് ചെയ്യട്ടെ. തുടക്കത്തേക്കാൾ ഒടുക്കം നന്നാക്കുന്നൊരു ദൈവമുണ്ട്. വീണ്ടും ദൈവം അത് ചെയ്യും. നന്നായിപ്പോയി. അതാണ് ഇന്ന് എന്നെ ഏറ്റവും അധികം പറയാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളെടുത്ത പല തീരുമാനങ്ങളും മണ്ടത്തരമായിപ്പോയി, കാശ് പോയി, പറ്റിച്ചു, ചതിക്കപ്പെട്ടു എന്ന് പറയേണ്ടി വരില്ല, വരില്ല, വരില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, അടുത്ത ആണ്ടിൻ്റെ തുടക്ക ദിവസങ്ങളിൽ നിങ്ങളുടെ അടുക്ക വന്ന് പറയും, ഞാൻ അന്ന് ഓർത്ത് എല്ലാം കൈവിടപ്പെട്ടു പോയത് ഇല്ലാട്ടോ, നന്നായി പോയിട്ടോ എന്ന് നിങ്ങളെടുത്ത തീരുമാനം നിങ്ങളുടെ അടുക്കൽ, നിങ്ങളുടെ ജീവിത പങ്കാളിയോ മക്കളോ നിങ്ങളുടെ ചാർച്ചക്കാരോ നിങ്ങളുടെ സ്നേഹിതരോ നിങ്ങളെ ഒത്തിരി എതിർത്തവരോ അവർ പറയും നന്നായിപ്പോയി, നന്നായിപ്പോയി എന്ന് പറയത്തക്ക രീതിയിൽ ചില കാര്യങ്ങൾ ദൈവം ചെയ്യും. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ നിയന്ത്രണവും കൺട്രോളും ഞങ്ങളുടെ മേലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ തുടക്കത്തേക്കാൾ ആരംഭത്തേക്കാൾ അവസാനം നല്ലത് ഏത് കാര്യത്തിൻ്റെയും ദൈവം കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ വരത്തുള്ളൂ. ദൈവം അത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞൊരാണ്ട് മുഴുവൻ ഞങ്ങളെ കാത്തതിന്, കരുതിയതിന്, സൂക്ഷിച്ചതിന് 2023 തുടങ്ങിയതിനേക്കാൾ ഒത്തിരി സന്തോഷത്തോടെ അവസാനിപ്പിക്കാൻ പറ്റിയതിന് ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വർഗം കൂടെ ഇരിക്കണം, കൃപയിൽ താങ്ങണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ.